ഹായ് എവരി വൺ. ഈ വീഡിയോയിൽ ടൈൽവിൻ CSS യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ കമ്പൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഇതിലൊരു ചാറ്റ് നോട്ടിഫിക്കേഷൻ കമ്പൗണ്ടാണ് എക്സാമ്പിളായിട്ട് ഇതിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഈ കമ്പോണൻ്റ് ഒരു ഐക്കണും രണ്ട് ടെക്സ്റ്റും ആയിട്ടുള്ളത്. അപ്പോൾ അത് CSS യൂസ് ചെയ്തിട്ടുള്ള ഇതാണ് ഇത് കാണിച്ചിട്ടുള്ളത്. ഒരു HTML-ഉം പിന്നെ അതിൻ്റെ ഒരു 5-6 ക്ലാസ്സസും. ഓക്കെ, ഇത് ടൈൽവിൻഡിലെ ക്ലാസ്സസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അതിൽ പാഡിങ്ങിൻ്റെ ക്ലാസ്സസ്, അങ്ങനെ ബാക്ക്ഗ്രൗണ്ടിലെ ക്ലാസ്സസ്, അങ്ങനെ കുറച്ച് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ മുന്നേ ചെയ്ത പോലെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടൈൽവിൻഡിൻ്റെ CSS ഒക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിലാണ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ഇതിൻ്റെ HTML മാർക്കപ്പ് ആഡ് ചെയ്യാം. ഒരു div എഴുതി ഓക്കെ, അതിനകത്ത് ഈ ഇമേജ് ആഡ് ചെയ്യാനുള്ള ഒരു പോർഷൻ div വീണ്ടും എഴുതി. ഓക്കെ, ഇമേജ് ഐക്കൺ ഇമേജ് ആണ് വേണ്ടത്. അപ്പം അതിൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഐക്കൺ ചാറ്റ് ഐക്കൺ. ഇനിയിപ്പോൾ ഇതിൽ ഓക്കെ ചിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റ്, യു ഹാവ് എ ന്യൂ മെസ്സേജ്, ഇതാണ് നോട്ടിഫിക്കേഷൻ്റെ ടെക്സ്റ്റ്. ഓക്കെ, ഇതൊന്ന് ഓക്കെ അതൊന്ന് റൺ ചെയ്ത് നോക്കിയാൽ ഓക്കെ ഐക്കൺ വന്നിട്ടുണ്ട്. താഴെ അതിൻ്റെ ടെക്സ്റ്റ് ഇങ്ങനെ താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലെ ക്ലാസ്സസ് ഓരോന്ന് യൂസ് ചെയ്ത് നോക്കാം. MX ഓട്ടോ ക്ലാസ്, അത് ലെഫ്റ്റ് റൈറ്റ് മാർജിൻ ഓട്ടോമാറ്റിക്കായിട്ട് വരാനാണ്. അപ്പോൾ അത് പാരൻറ്റ് ഡിവിന് കൊടുത്തു MX ഓട്ടോ. ഓക്കെ, ചേഞ്ചസ് ഒന്നും കാണാനില്ല അതിൻ്റെ. ഓക്കെ, ഈ മാക്സ് വിത്ത് SM എന്നുള്ള ക്ലാസ് കൂടി കൊടുത്ത് നോക്കാം. ഓക്കെ, അതൊരു സെൻറ്ററിലേക്ക് വന്നു. ഒരു ഈ കമ്പോണൻറ്റിന് ഒരു വിഡ്ത്ത് വന്നുകൊണ്ടാണ്. ഓക്കെ, മാക്സ് വിഡ്ത്ത് XML 24M വിഡ്ത്ത് മാക്സ് വിഡ്ത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വിഡ്ത്ത് വന്നു. ലെഫ്റ്റ് റൈറ്റ് മാർജിൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു, അതുകൊണ്ടാണ്. P6 പാഡിങ്ങിൻ്റെ ക്ലാസ് ആയിരിക്കും. ഓക്കെ, ഒരു പാഡിങ് നന്നായിട്ട് കാണാം. അത് ബോർഡറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒന്ന് മനസ്സിലാവാത്തത്.
ഓക്കെ, ഒരു ഷാഡോ ഇട്ട് നോക്കാം. ഷാഡോ LG ക്ലാസ് കൊടുത്തു നോക്കാം. ഷാഡോ LG. ഓക്കെ, അതിൻ്റെ ഔട്ടർ ഷാഡോ ഒക്കെ വന്നു. ഇനി ഇപ്പോൾ BG വൈറ്റ് ക്ലാസ് കൊടുത്ത് നോക്കാം. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുണ്ട്. അത് ഓൾറെഡി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട് അത് ഡിഫറൻസ് എടുത്ത് കാണിക്കില്ല. അതുകൊണ്ട് ബോഡിക്ക് ഒരു സ്റ്റൈൽ കൊടുത്തു. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ഡി മാറ്റം കുറച്ചുകൂടി ലൈറ്റായിട്ട്. ഓക്കെ, ഈ കൊടുത്തു. റൗണ്ടഡ് എക്സൽ, ഇതൊരു ബോർഡർ റേഡിയസിൻ്റെ ഗ്ലാസ്സാണ്. അത് കൊടുത്തു നോക്കിയാൽ ഒരു ബോർഡർ റേഡിയസ് വന്നിട്ടുണ്ട്. ഓക്കെ, മേലെ കുറച്ച് സ്പേസ് എക്സ്ട്രാ കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കളയാണ്ട് ഒരു എക്സ്ട്രാ പാഡിങ് ബോഡിക്ക് വെറുതെ ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇതൊക്കെയായി. ഷാഡോ ആയി. ഇതിപ്പോൾ ഐക്കൺ ലെഫ്റ്റിലും ടെക്സ്റ്റ് റൈറ്റിലാണ് വരേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫ്ലെക്സ് ക്ലാസ് കൊടുക്കുകയാണ്. പാരൻറ്റിൻ്റെ ഇവന് ഫ്ലെക്സ് കൊടുത്തു. അപ്പോൾ അത് ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് അലൈൻ ആയി. റോവൈസ് ലെഫ്റ്റിലേക്കും റൈറ്റിലെ ടെക്സ്റ്റ്. ഐറ്റം സെൻറ്റർ, ഇത് ഹൊറിസോണ്ടൽ അല്ല വെർട്ടിക്കലി സെൻറ്ററായിട്ട് അലൈൻ ചെയ്യാനായിരിക്കും. ഫ്ലെക്സിൽ ഐറ്റം സെൻറ്റർ അങ്ങനെ ആയതുകൊണ്ട് ക്ലാസ് തന്നെ ആയിരിക്കും എന്നൊക്കെ. ഓട്ടോ ഡിസ്പ്ലേ ഫ്ലെക്സ്, ഐറ്റം സെൻറ്റർ അലൈൻ ഐറ്റം സെൻറ്റർ. അങ്ങനെ ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. എന്താണെന്ന് നോക്കാം. സ്പേസ് X4 ക്ലാസ് ഇട്ട് നോക്കാം. ഓക്കെ, അത് കൊടുക്കുമ്പോൾ ഒരു സ്പേസ് ആഡ് ആയിട്ടുണ്ട് ആ രണ്ട് ഡിവിൻ്റെ ഇടയിൽ. ഓക്കെ, ആൾട്ട് ചിറ്റ്ചാറ്റ് ലോഗോ. ആൾട്ട് കൊടുക്കുന്നത് പൊതുവെ അത് ഇമേജ് ലോഡായിട്ടില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ടെക്സ്റ്റ് കാണിക്കുക ഇതിൻ്റെ ഇമേജ് ആണെന്ന് കാണിക്കാനാണ്. പിന്നെ വിഷ്വലി ഡിസേബിൾഡ് ആയ ആൾക്കാർക്ക് അവർ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ പറ്റും വേറെ രീതിയിൽ. അപ്പോൾ അവർക്ക് അവിടെ ഈ ഇമേജ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾട്ട് പൊതുവെ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇമേജിൻ്റെ ഈ H12 അല്ല ഷ്രിങ്ക് 0 ക്ലാസ് നോക്കാം. ഷ്രിങ്ക് 0 ക്ലാസ് ഇത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാൽ ഷ്രിങ്ക് 0 ഫ്ലെക്സ്
സ്ട്രിങ് 0 പ്രോപ്പർട്ടി ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡിസേബിൾ ചെയ്ത് നോക്കാം. ഡിഫറൻസ് എങ്ങനെ കാണാനില്ല. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വിഡ്ത്ത്, ഈ കാർഡിൻ്റെ വിഡ്ത്ത് കുറയുന്നതിനനുസരിച്ച് ഈ ഐക്കണിൻ്റെ വിഡ്ത്ത് കുറയാതിരിക്കാനാണ് സ്ട്രിങ് 0 കൊടുക്കുന്നത്. അത് എങ്ങനെയാണെന്ന് കാണിച്ചാൽ, ഇപ്പം ഇതിൻ്റെ ഓക്കെ മാക്സ് വിഡ്ത്ത് 24 mm ആണ്. അത് കുറച്ച് നോക്കാം. ഓക്കെ, അത് കുറയുന്നതിനനുസരിച്ച് അതിൻ്റെ ഐക്കണിൻ്റെ വിഡ്ത്ത് കുറയുന്നുണ്ട്. ഐക്കണിൻ്റെ സൈസ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, സ്ട്രിങ് 0 ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വിഡ്ത്ത് അതിൻ്റെ ആക്ച്വൽ വിഡ്ത്ത് തന്നെ നിൽക്കും. അതിൻ്റെ പാരൻറ്റ് കണ്ടെയ്നർ ചെറുതാവുന്നതിനനുസരിച്ച് ഇത് ഷ്രിങ്ക് ആവില്ല. അപ്പോൾ അതിനാണ് ഷ്രിങ്ക് 0 കൊടുക്കുന്നത്. ഇങ്ങനെ ഇമേജ് എന്തെങ്കിലും ചെറിയ സ്ക്രീൻസിലൊക്കെ ഇങ്ങനെ ഇമേജ് ഇങ്ങനെ ആവാതെ ഇരിക്കാനാണ് അത് ചെയ്യുന്നത്. ഓക്കെ, H12 ക്ലാസ് അത് നോക്കാം. H12 ക്ലാസ് കൊടുക്കുമ്പോൾ ഒരു ഹൈറ്റ് 3 rem ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഒരു 3 rem ഹൈറ്റ് വന്നിട്ടുണ്ട്. H16 ഇട്ട് നോക്കാം. ഹൈറ്റ് 4 rem ആയിട്ടുണ്ട്. അതൊരു ആ ഒരു റേഷ്യോയിലാണ് പോകുന്നത്. 16/4 ചെയ്താൽ ഇപ്പോൾ 20 എടുത്തു കഴിഞ്ഞാൽ 5 rem ആണ് ഹൈറ്റ്. H12 തന്നെ ആക്കാം. ഓക്കെ, ഇനി വിഡ്ത്തിൻ്റെ സിമിലർ ക്ലാസ് ഉണ്ട്. വിഡ്ത്ത് 12 കൊടുത്തു കഴിഞ്ഞാൽ വിഡ്ത്ത് 3 rem വന്നു. 16 കൊടുത്തു കഴിഞ്ഞാൽ വിഡ്ത്ത് 4 rem ആയി. ഓക്കെ, നെക്സ്റ്റ് ഈ ടെക്സ്റ്റിൻ്റെ ക്ലാസ്സസ് നോക്കാം. ടെക്സ്റ്റ് എക്സൽ ക്ലാസ് ചിറ്റ്ചാറ്റ് പറഞ്ഞ ടെക്സ്റ്റിന് കൊടുത്തു നോക്കാം. ടെക്സ്റ്റ് എക്സൽ ഓക്കെ, അതിൻ്റെ ഫോണ്ട് സൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയാൽ അതൊരു ഫോണ്ട് സൈസ് അപ്ലൈ ആയിട്ടുണ്ട്. ഫോണ്ട് സൈസ് 1.25 rem കൊടുത്തിട്ടുണ്ട്. ഹൈലൈൻ ഹൈറ്റ് 1.75 rem. ഫോൺ മീഡിയം ക്ലാസ് ഓക്കെ, അത് കൊടുത്താൽ ഫോൺ വെയിറ്റ് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്. ഫോൺ വെയിറ്റ് 500 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ടെക്സ്റ്റ് ബ്ലാക്ക് കൊടുത്തു നോക്കാം. ടെക്സ്റ്റ് ബ്ലാക്ക് ഡിഫോൾട്ട് ബ്ലാക്ക് തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും കാണുന്നില്ല. പക്ഷേ ഒരു RGB ആഡ് ആയിട്ടുണ്ട്.
000 എന്നുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ടെക്സ്റ്റ് സ്ലേറ്റ് 500 ഈ ക്ലാസ് ആണ്. അതിൻ്റെ താഴെയുള്ള യു ഹാവ് എ ന്യൂ മെസ്സേജ് എന്നുള്ള ടെക്സ്റ്റിന് ഒരു സ്ലേറ്റ് കളർ കൊടുക്കുന്നത് ടെക്സ്റ്റ് സ്ലേറ്റ് 500. ഓക്കെ, അതായി. ഓക്കെ, ഇനിയിപ്പോൾ ഈ ക്ലാസ്സസ് ഒക്കെ ഇതിന് വേറെ വേരിയൻസ് ഉണ്ടോ എന്ന് നോക്കാം. ഈ ക്ലാസ്സസിന് ഇപ്പോൾ SM ഉണ്ടെങ്കിൽ അതിന് LG ഉണ്ടാവും, LG ഉണ്ടെങ്കിൽ അതിന് XL ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാക്സ് വിത്ത് SM മാറ്റി MD ആയിട്ട് നോക്കാം. കുറച്ചുകൂടി അതിൻ്റെ വിഡ്ത്ത് കൂടി. ഇപ്പോൾ താഴേക്ക് നോക്കിയാൽ ഇത് ഇങ്ങനെ കുറേ കമ്പോണൻസ് ഉണ്ട്. സെയിം പോലെ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വിത്ത് MD. ഓക്കെ, ഇനി MD മാറ്റി LG ഇട്ട് നോക്കാം. കുറച്ചുകൂടി അതിൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, XL ഇട്ടാൽ XL ഉണ്ട്. SMലേക്ക് തന്നെ തിരിച്ച് മാറ്റി. അതാണ് എൻ്റെ ഒരു വൃത്തിയുള്ള സൈസ്. ഈ പാഡിങ് വാല്യൂസ് വേറെ P6 ഉള്ളതുകൊണ്ട് P5 ഉണ്ട്. ഓക്കെ, P2 നോക്കി ഇത്രയാണ്. P0 ഇട്ട് കഴിഞ്ഞാൽ 0 പാഡിങ് ഇങ്ങനെ കാണിക്കും. ഓക്കെ, പാഡിങ് 0 PX എന്നാണ്. P6 തന്നെ ആക്കി. P8 കൂടിയ പാഡിങ് ഉണ്ടോ നോക്കിയാൽ P8 ഉണ്ട്, P12 ഉണ്ട്, P14 ഉണ്ട്. ഓക്കെ, 15 ഒന്നും കാണിച്ചില്ല. P16 ഉണ്ടോ നോക്കാം. P16 ഉണ്ട്. 14 കഴിഞ്ഞ് 16 ആണുള്ളത്. അതെന്താണെന്നുള്ളത് നോക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഷാഡോ സിമിലർ വേരിയൻസ് ഉണ്ടോ നോക്കാം. ഷാഡോ LG ഉള്ളതുകൊണ്ട് അതിൻ്റെ SM നോക്കാം. ഒരു ചെറിയ തിക്നെസ് കുറഞ്ഞ ഷാഡോ വന്നിട്ടുണ്ട്. MD എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി തിക്നെസ് കൂടിയിട്ടുണ്ട് ഷാഡോയ്ക്ക്. LG ട്രൈ കഴിഞ്ഞാൽ LG ആയിരുന്നു നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന. CL XL ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഡാർക്കായിട്ട് വന്നു. നേരത്തെ കൊടുത്തിട്ടുണ്ടാകുന്നത് ഷാഡോ LG ആണ്. LGയിലേക്ക് തന്നെ തിരിച്ച് മാറ്റാം. ഓക്കെ, ഇപ്പോൾ BG വൈറ്റ് ഉള്ളതുകൊണ്ട് BG
ബ്ലാക്ക് നോക്കാം. ബ്ലാക്ക് വന്നു. ഓക്കെ, അപ്പോൾ ആ ടെക്സ്റ്റ് ബ്ലാക്ക് ആയതുകൊണ്ട് അത് കാണുന്നില്ല ചിറ്റ്. അപ്പോൾ അത് ടെക്സ്റ്റ് വൈറ്റ് ഇട്ട് നോക്കാം. ഓക്കെ, ഒരു ഡാർക്ക് മോഡിലുള്ള കമ്പോണൻ്റായി. ബ്ലാക്ക് പേജും വൈറ്റ് ലൈറ്റായിട്ടുള്ള ടെക്സ്റ്റുള്ള അതിൻ്റെ ഒരു ഫോമിലേക്ക് ആയിട്ടുണ്ട്. അത് തിരിച്ച് പഴയ പോലെ ആക്കാം. ഓക്കെ, ഇനി ബ്ലൂ ഉണ്ടോ നോക്കാം. ബ്ലൂ ഒന്നും ചേഞ്ചസ് കാണുന്നില്ല. ബ്ലൂ 0 ഇല്ല. ബ്ലാക്ക്. ഓക്കെ, വീണ്ടും വൈറ്റ് തന്നെ ആക്കി. അങ്ങനെ ഒരുപാട് വേരിയൻസ് ഉണ്ടാവും. കുറച്ചുകൂടി അതിൽ ഡോക്യുമെൻറ്റേഷൻ എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടി കാണാൻ പറ്റുന്നുണ്ടാവും. റൗണ്ടഡ് എക്സൽ മാറ്റി SM ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ ബോർഡർ റേഡിയസ് ആണ്, വളരെ ചെറുത്. അത് എത്രയും വാല്യൂ വരുന്നത് 0.125 mm മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ ബോർഡർ റേഡിയസ് ആണ്. SM മാറ്റി MD ഇട്ടാൽ കുറച്ചുകൂടി കൂടിയ ബോർഡർ റേഡിയസ് വന്നിട്ടുണ്ട്. LG കുറച്ചുകൂടി കൂടി. ഇതിൽ ആദ്യം കൊടുത്തത് ഷാഡോ LG ആണ്. റൗണ്ടഡ് എക്സൽ ആണ് കൊടുത്തിട്ടുണ്ടാകുന്നത്. റൗണ്ടഡ് എക്സലിലേക്ക് തന്നെ മാറ്റം. ഓക്കെ, ഫ്ലെക്സ് ഐറ്റം സെൻറ്റർ. ഫ്ലെക്സ് ഇതുപോലെ ലെഫ്റ്റ് റൈറ്റ് അലൈൻ ചെയ്യുന്ന രീതിയിലാണ്. ഫ്ലെക്സ് ഐറ്റം സെൻറ്റർ മാറ്റി ഐറ്റം സ്റ്റോപ്പ്. ഓക്കെ, ഐറ്റം സ്റ്റോപ്പ് വർക്ക് ചെയ്യാൻ സാധിക്കില്ല. സ്റ്റാർട്ട് ഓർ എൻഡാണ്. സ്റ്റാർട്ട് ഇട്ടപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നുന്നു. വെർട്ടിക്കൽ അലൈൻമെൻറ്റ് എന്നാണ് X6 ഇട്ട് നോക്കിയാൽ ആ ഒരു സ്പേസ് ചെറുതായിട്ട് കൂടുന്നതായിട്ട് കാണാം. ആ രണ്ട് ഡിവിൻ്റെ ഇടയിലുള്ള. ഓക്കെ, X4 തന്നെ തിരിച്ച് മാറ്റി. ഷ്രിങ്ക് 0, അത് ഷ്രിങ്ക് ഒഴിവാക്കാൻ H12 ക്ലാസ്സസ് നേരത്തെ നോക്കി. അത് 16 20 ഒക്കെ വാല്യൂസ് ഉണ്ടെന്ന് കണ്ടു. 16 ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വെടുത്ത് ഒരു 4 mm ആയിട്ടുണ്ടാവും, വെടുത്തും ഹൈറ്റും. അത് 12 തന്നെ തിരിച്ച് മാറ്റി. ഓക്കെ, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഈ ഫോണ്ട് ക്ലാസ്സസ് നോക്കാം. ടെക്സ്റ്റ് എക്സൽ ഉള്ളതുകൊണ്ട് SM ഉണ്ടോ നോക്കാം. ഓക്കെ, SM ഉണ്ട്. MD നോക്കാം. MD ഉണ്ട്. ഓക്കെ, LG ഉണ്ട്. ഇതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫോണ്ട് സൈസ് സെറ്റ് ചെയ്തായിരിക്കും. ഫോണ്ട് മീഡിയം ഉള്ളതുകൊണ്ട് ഫോണ്ട് ലൈറ്റ് ഉണ്ട്. അതിൻ്റെ ഫോൺ വെയിറ്റ് നോക്കിയാൽ 300 ആണുള്ളത്. ഫോൺ ലൈറ്റിലുണ്ട്. ഫോൺ ബോൾഡ് നോക്കാം. ഓക്കെ, ബോൾഡ് ഫോണ്ട് വെയിറ്റ് 700 കൊടുത്തിട്ടുണ്ട്.
മീഡിയം തന്നെ ആക്കാം. ടെക്സ്റ്റ് ബ്ലാക്ക്, അതിൻ്റെ വേരിയൻസ് നേരത്തെ കണ്ടു. ടെക്സ്റ്റ് വൈറ്റ്, ടെക്സ്റ്റ് ലൈറ്റ് 500. ഇതിൽ 500 അതിൻ്റെ തിക്നെസ് ആണ്. അപ്പോൾ അത് 100 ആയി കഴിഞ്ഞാൽ കാണും ഭയങ്കര ലൈറ്റായി. അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി 1 തന്നെയാണ്, പക്ഷേ RGB വാല്യൂസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, 200 ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡാർക്കായി. 300 കുറച്ചുകൂടി ഡാർക്കായി. 500 നല്ല ഡാർക്കായി. ഓക്കെ, 600 ഇങ്ങനെ വരും. 700 ടെക്സ്റ്റ് ലൈറ്റ് 700. ടെക്സ്റ്റ് ലൈറ്റ് 500 ആയിരുന്നു. ഒപ്പാസിറ്റി 1 തന്നെയാണ്, പക്ഷേ അതിൻ്റെ RGB വാല്യൂസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ക്ലാസ്സസ് ഒക്കെ ഒന്ന് ഒഴിവാക്കി നോക്കാം. എന്താണ് അതിൻ്റെ യൂസ് എന്ന് ജസ്റ്റ് റിവേഴ്സ് ചെയ്യാനാണ്. മാക്സ് വിഡ്ത്ത് എസും അതിൻ്റെ വിഡ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് BG വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കളർ ക്ലാസ്. MX ഓട്ടോ അതിൻ്റെ ലെഫ്റ്റിലെ റൈറ്റ് മാർജിൻ ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് ഐറ്റം സെൻറ്റർ, അതിൻ്റെ ഫ്ലെക്സ് അലൈൻമെൻറ്റ് വെർട്ടിക്കലി സെൻറ്റർ ആക്കാൻ ഫ്ലെക്സ്, അതിന് റോ വൈസ് ഇമേജിനെയും ടെക്സ്റ്റിനെയും റോ വൈസ് അലൈൻ ചെയ്യുക. P6 അതിൻ്റെ പാഡിങ് ഗ്ലാസ്, റൗണ്ട് എക്സൽ ബോർഡർ റേഡിയസ് കൊടുക്കാനുള്ള ഗ്ലാസ്, ഷാഡോ LG അതിൻ്റെ ബോക്സ് ഷാഡോ ക്ലാസ്, സ്പേസ് എക്സ്പോർട്ട് അതിൻ്റെ 2 ഡിവിൻ്റെ ഇടയിലുള്ള സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ക്ലാസ്സാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഫോണ്ട് ക്ലാസ്സസ്, ഫോൺ മീഡിയം, ടെക്സ്റ്റ് ബ്ലാക്ക്, ടെക്സ്റ്റ് എക്സൽ അതിൻ്റെ ഫോണ്ട് സൈസസ്, ഓക്കെ, ഇത്രയാണ് ഏകദേശം ഇതിലുള്ളത്. ഓക്കെ, മാക്സ് വിഡ്ത്ത് എസും അതിൻ്റെ ഇതിന് BG വൈറ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലാസ്സസ്, ഷ്രിങ്ക് 0 അത് ഐക്കൺ ഷ്രിങ്ക് ആവാതിരിക്കാൻ H12 ഡബിൾ ക്ലാസ്, അതിൻ്റെ ഹൈറ്റ് സൈസസ് ഹൈറ്റും വിഡ്ത്തും, പിന്നെ ഫോണ്ട് ക്ലാസ്സസ്, ഫോണ്ട് ടെക്സ്റ്റ് ലൈറ്റ് 500 അതിൻ്റെ തിക്നെസ് വെച്ചുള്ള ക്ലാസ്സസ്. അപ്പോൾ ഇത്രയാണ് ഈ കമ്പൗണ്ടിലുള്ളത്. ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.